ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഒരു വൃന്ദാവന ലീലയുടെ കഥയാണ് പറയുന്നത്. എല്ലാവരും കഥ കേൾക്കുക. എല്ലാ ദിവസവും ഭഗവാന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. കഥകൾ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒരുപോലെ ആ അനുഗ്രഹം ലഭിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും ആ കഥകൾ കേൾക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഥയിലേക്ക് കടക്കുന്നു. നമ്മുടെ കുഞ്ഞിക്കണ്ണനെ എന്നും രാവിലെ യശോദാമ്മ കുളിപ്പിച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുക്കുവാണ്. ആ ഒരുക്കുന്നതൊക്കെ കാണാൻ ഒരുപാട് പേരവിടെ കാത്തു നിൽക്കും. പിന്നെ കണ്ണൻ്റെ കൂടെ കളിക്കാനാണെങ്കിലോ ധാരാളം കൂട്ടുകാരെത്തും. അങ്ങനെ ഗോപക്കുട്ടികളെ, പശുക്കുട്ടികളെ, കുരങ്ങന്മാരെ, പൂച്ചക്കുട്ടികളെ, മയിലുകൾ എന്ന് വേണ്ട എല്ലാവരും അവിടെ ഓടിയെത്തും. എല്ലാവരുടെ കൂടെയും കണ്ണങ്ങനെ കളിക്കും. ഗോപക്കുട്ടികളും കണ്ണനും കൂടി ഓടി കളിക്കുമ്പോൾ കുരങ്ങുകളും അവരോടൊപ്പം കൂടും. അതുപോലെ പശുക്കുട്ടികൾ, കുടമണികൾ കിലുക്കി കണ്ണൻ്റെ ആ അടുത്തങ്ങനെ അടിവച്ച് അങ്ങനെ വരും. എന്നിട്ട് തല ചരിച്ച് കണ്ണുകളൊക്കെ വിടർത്തി കണ്ണനെ നോക്കും. അത് കാണുമ്പോൾ കണ്ണന് കൗതുകമാവുകയാണ്. കണ്ണൻ എന്തു ചെയ്യും? അവയെ പിടിക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലും. പിടിച്ചില്ല എന്നാവുമ്പോൾ പൈക്കുട്ടി കുതിച്ചൊരൊറ്റ ഓട്ടം വയ്ക്കും. എന്നിട്ട് അവിടെ നിന്നും കണ്ണനെ വീണ്ടും പാത്തു നോക്കും. ഇതിങ്ങനെ പല തവണ ആവർത്തിക്കും. അവസാനം അവ കണ്ണൻ്റെ അടുത്തേക്ക് വന്ന് മുട്ടി ഉരുമി അങ്ങനെ കണ്ണൻ്റെ കാൽപാദങ്ങളിലൊക്കെ നക്കി അവയുടെ സ്നേഹമൊക്കെ അറിയിക്കും. അങ്ങനെ ഈ പൈക്കുട്ടികളുടെ രീതിയാണ്. കണ്ണനെ പിടിച്ചു കെട്ടുവാൻ വന്ന യശോദയുടെ അടുത്ത് കണ്ണനെ സ്വീകരിച്ചതുപോലെയാണ് മയിലുകൾ കണ്ണൻ്റെ മുന്നിൽ വന്ന് പീലിയൊക്കെ നിവർത്തി ആടാൻ തുടങ്ങും. അത് കാണുമ്പോൾ കണ്ണനും അവയോടൊപ്പം അങ്ങോട്ട് നൃത്തം വയ്ക്കും. അവസാനം ആ കേളികളും കണ്ണൻ്റെ അടുത്തെത്തി കണ്ണനെ കൊക്കുകൊണ്ട് ഉരുമി അവയുടെ സ്നേഹത്തെ നൽകും. എന്നിട്ട് കണ്ണനായി